ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, നല്ലവരായ നാട്ടുകാരെ, പട്ടാമ്പി ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത്തരമൊരു അനുബന്ധ പരിപാടി ആഹ്വാനവും താക്കീതും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, പാർട്ടിയുടെ 23ാം പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ കണ്ണൂരിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇത്തവണ പുതിയ തലമുറക്ക് പാർട്ടി സ്ഥാനങ്ങൾ കൈമാറിക്കൊണ്ട്, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കേരളത്തിന് മുമ്പിൽ പാർട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിച്ചു. ലോക്കൽ സമ്മേളനത്തിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കാൻ പോവുകയാണ്. ഇത് നടക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് പട്ടാമ്പി നമ്മുടെ കയ്യിൽ വരുന്നത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉജ്ജ്വലമായ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിരിക്കുകയാണ്. 99 സീറ്റ്, കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റ് വർദ്ധിപ്പിച്ചു, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി 2ാം ഊഴത്തിലേക്ക് നമ്മൾ നടന്നു കയറിയിരിക്കുകയാണ്. ഈ ഊഴങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നാണ് വർത്തമാനകാല രാഷ്ട്രീയം നമ്മളോട് പറയുന്നത്. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മറുഭാഗത്തുണ്ടായിരുന്ന UDF-ലെ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്ന കോൺഗ്രസ്, അതിൻ്റെ നേതാക്കൾ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ജയിപ്പിക്കണം, ജയിപ്പിക്കാഞ്ഞാൽ ഞങ്ങൾ BJP ആകും. അങ്ങനെ ഒരു മുദ്രാവാക്യം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഞങ്ങളൊരു പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടിയെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു പാർട്ടിയാകും എന്ന് പറയുന്ന ഭീഷണിയെപ്പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു. പക്ഷെ നിങ്ങൾ നോക്ക്, ആ പാർട്ടി കോൺഗ്രസും UDF-ഉം പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ആളുകൾ പോകുന്നത് BJP-യിലേക്കല്ല, RSS-ലേക്കല്ല, CPIM എന്ന് പറയുന്ന മതേതര ജനാധിപത്യ പാർട്ടിയിലേക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ്. കേരളീയ ജനത നമ്മളെ തിരിച്ചറിയുകയാണ്. അപ്പോഴും നമുക്കെതിരെ രാഷ്ട്രീയ ആയുധമെടുത്ത് പോരാടുന്നവർ ഉപയോഗിക്കുന്ന ആയുധം, അല്ലെങ്കിൽ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം തന്നെയാണ്, വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ മതതീവ്രവാദികൾ ശബ്ദമുയർത്താൻ ശ്രമിക്കുന്നത്. ഹൈന്ദവ വർഗീയതയുടെ പര്യായമായ RSS ഒരു ഭാഗത്ത്, മുസ്ലിം തീവ്രതയുടെ പര്യായമായ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത്. അവർ ഒരുമിച്ചാണ് നമ്മളെ ആക്രമിക്കുന്നത്. അവരുടെ കൂടെ ചേർന്നുകൊണ്ടാണ് കോൺഗ്രസ് നമ്മളെ ആക്രമിക്കുന്നത്, മുസ്ലിം ലീഗ് നമ്മളെ ആക്രമിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെതിരെ ഈ കേരളത്തെ ഒറ്റക്കെട്ടായി ഒരു മതേതര ഐക്യത്തോടു കൂടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന ഈ 2021-ന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു കാർഷിക വിപ്ലവം, അതാണ് 1921. 1921-ന്റെ 100ാമത് വാർഷികമാണ് 2021. ഈ 2021-ൽ 1921-ന്റെ 100ാം വാർഷികം പാർട്ടി ആചരിക്കുമ്പോൾ ഇന്ന് പലരും ഇത് ഏറ്റുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗുണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, തുടങ്ങിയ മതസംഘടനകളുണ്ട്, മതപാർട്ടികളുണ്ട്. മറുവശത്ത് RSS ഇതിനെ കടന്നാക്രമിച്ചുകൊണ്ട് 921-നെ ഒരായുധമാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ 921-നെ ആയുധമാക്കാൻ RSS ഉപയോഗിക്കുന്ന മുദ്രാവാക്യത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും.
മുസ്ലിം തീവ്രവാദികൾ ഇതൊരു പ്രത്യേക മുസ്ലിം രാഷ്ട്രീയക്കാർ ഇതൊരു പ്രത്യേക രൂപമാക്കി ഉപയോഗിക്കുന്നതിനും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? ആ മുദ്രാവാക്യമാണ് എൻ്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുള്ള സഖാവ് EMS പറഞ്ഞിട്ടുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആഹ്വാനവും താക്കീതും. 921 25-ാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിക്കുമ്പോൾ പാർട്ടി എടുത്ത പ്രമേയത്തിന്റെ പേരാണ് ആഹ്വാനവും താക്കീതും. അതിനെ ഇങ്ങനെ ഒറ്റവാക്കിൽ നിർവചിക്കാം: ബ്രിട്ടീഷുകാർക്കെതിരെ ഏറനാടിലെ വള്ളുവനാടിലെ കർഷക തൊഴിലാളികൾ നടത്തിയ അത്യുജ്വലമായ പോരാട്ടം, ജന്മിത്വത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും പൊരുതിയ ഉജ്ജ്വലമായ ആ പോരാട്ടത്തെ മാതൃകയാക്കാനുള്ള ആഹ്വാനം. എന്നാൽ അതേ സമയത്ത് തന്നെ അതേ കലാപത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് മറയാക്കിക്കൊണ്ട് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് വർഗീയത ഇളക്കി മതം മാറ്റമടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയവരുണ്ട്. അത് ഒരുവിധം കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഇടയിലൊക്കെ നമ്മൾ കാണുന്നത്. അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് 921 സംഭവിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് താക്കീത് എന്ന വാക്ക് നമ്മൾ അവിടെ പ്രയോഗിക്കുന്നത്. അതിന് വർത്തമാനകാലത്തിലും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഈ പ്രമേയത്തെ നമ്മൾ വർത്തമാനകാലത്ത് വായിക്കുന്നത്. എന്താ വർത്തമാനകാലത്തെ അതിന്റെ പ്രസക്തി? ഒറ്റ ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പൊ പൗരത്വ ബില്ല് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്ന സന്ദർഭം നിങ്ങൾക്കറിയാം. മുസ്ലിങ്ങളായ ആളുകൾക്ക് പൗരത്വം തെളിയിക്കണം. ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സിഖുകാരെ സ്വീകരിക്കും, ക്രിസ്ത്യാനികളെ സ്വീകരിക്കും, മുസ്ലിങ്ങളെ സ്വീകരിക്കില്ല. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങൾ ഒഴിച്ച് മറ്റുള്ളവരെയൊക്കെ സ്വീകരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഭൂട്ടാനിൽ അവിടെ വല്ലാതെ പീഡനം അനുഭവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അവിടെ പീഡനം അനുഭവിച്ച് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വരുന്ന ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കില്ല. RSSകാർ എന്ത് പറയും ഇതിന് മറുപടി? അപ്പോ ഇന്ത്യയിൽ അവർക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മളിപ്പോ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് പോലെ തന്നെ ഈ പ്രസ്ഥാനം RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ഒരു പ്രതിജ്ഞയുണ്ട്: ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കണം. ഗംഗാനദിയുടെ തീരത്ത് ഹിന്ദു മഹാസഭയുടെ ഒരു സന്യാസി വര്യൻ എന്ന് പറയുന്ന ആള് ജലസമാധി അടയുമെന്ന് പറഞ്ഞിരുന്നു. നാളെ അടയുന്ന എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിറ്റേ ദിവസം മൂപ്പര് വെള്ളം കുടിച്ചു മതിയാക്കി. ഗംഗാജലത്തിൽ മുങ്ങിയിട്ട് വെള്ളം കുടിച്ചതല്ല. അയാളുടെ സമരം യോഗി ആദിത്യനാഥ് വെള്ളം കൊടുത്ത് മതിയാക്കി. എങ്ങനെ നമുക്ക് മനസ്സിലായിട്ടില്ല ആ സമരം. ജലസമാധി എന്ന് പറഞ്ഞാൽ ഞാൻ ജലത്തിൽ മുങ്ങി മരിക്കുന്ന. അങ്ങനെ 2 പോരാട്ടങ്ങൾ ഇവിടെ നടക്കാൻ പോകും. അതാണ് 921 ഈ പൗരത്വ ബില്ലിന്റെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇന്ത്യയിലെ മതേതര പാർട്ടികൾ, നമ്മൾ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയല്ല എന്ന് പറയുന്നില്ല. കോൺഗ്രസ് മതേതരത്വത്തിൽ നിന്ന് വ്യതിചലിച്ച് RSSനും BJPക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് വർത്തമാനകാലത്ത്. ഇന്ത്യ കണ്ട വലിയ മതേതരവാദി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ ചൂണ്ടി ചിലർ പറയും കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ്, അവര് മതമില്ലാത്തവരാണ്. എന്റെ നാട്ടിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അവിടെയൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആയാൽ കാഫറാണ്. അത് നമുക്ക് പിന്നെ പറയാം. കമ്മ്യൂണിസ്റ്റുകാരൻ സ്വർഗത്ത് പോവില്ല, കമ്മ്യൂണിസ്റ്റുകാരൻ കാഫറാണ് എന്നാ പറയാം. അതിനെ നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പറയുന്ന ആളുകൾ, മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ആളുകൾ, ഈ പൗരത്വ ബില്ലിന്റെ സമരം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ, പൗരത്വം നിഷേധിക്കപ്പെടുമ്പോൾ, കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ സമരം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ സമരം ചെയ്യുന്നുണ്ട്. മറ്റ് മതേതര പാർട്ടികളുടെ കൂടെ നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾ ആരുടെ കൂടെയാ ചെയ്യില്ല എന്ന് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സമരത്തിൽ നമ്മളില്ല. എന്താ അതിന്റെ കാരണം? SDPക്കാരന്റെ പ്രകടനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങാടി 921 മലബാറിലെ മുസ്ലിങ്ങളുടെ പഴയ വേഷമായിരുന്ന ലുങ്കി അണിഞ്ഞ്, അതിന്റെ മുകളിൽ പച്ച ബെൽറ്റണിഞ്ഞ്, അരക്കയ്യൻ ബനിയനിട്ട്, തലയിൽ തൊപ്പിയിട്ട്, അരയിൽ കത്തിവെച്ച് അങ്ങാടിയിൽ പ്രകടനം നടത്തിയ SDPക്കാരൻ. എന്നിട്ട് അവൻ പറയുന്ന എന്താ അറിയോ? 921 ഊരിയ കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഇനിയും ഞങ്ങൾ പ്രയോഗിക്കും. കണ്ണൂർ ജില്ലയിലെ പൊന്നാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്റെ പ്രസംഗം കേൾക്കുന്ന SDPക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. പൊന്നാട് ഒരു കലാപുണ്ടായി. ഒരു RSSന്റെ നേതാവിനെ കൊന്നു SDPക്കാർ.
ആ പ്രദേശത്ത് പൊന്നാട് എന്ന് പറയുന്ന പ്രദേശം RSS ഇങ്ങോട്ട് വന്നിട്ട് ആ പ്രദേശത്തുള്ള സകല മുസ്ലിം വീടുകളും കത്തിച്ച് ചാമ്പലാക്കി കൊള്ളയടിച്ചു. കല്യാണത്തിന് ഒരുക്കി വെച്ച സ്വർണ്ണാഭരണങ്ങൾ വരെ ഉരുകിപ്പോയി. UDFന്റെ ഭരണകാലം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം എന്താ അവർ ചെയ്തു അറിയോ? 5-6 ബസ് കൊണ്ടുവന്ന് അവിടുത്തെ മുസ്ലിങ്ങളെ 15 കിലോമീറ്റർ അപ്പുറം കർണാടക ബോർഡറിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. 2 മാസം ഈ പാർട്ടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ CPIM എന്ന് പറയുന്ന പാർട്ടി അവരെ വാഹനം വിളിച്ച് പൊന്നാട് ഗ്രാമത്തിൽ കൊണ്ടുവന്ന് അവർക്ക് കാവലിരുന്ന് അവരെ അവിടെ താമസിപ്പിച്ചു. അതായത് CPI ഈ അങ്ങാടിയിൽ പുളൂസും പടായും പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ നോക്കണ്ട. അവരാ വഴിക്ക് കണ്ടിട്ടില്ല. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അപ്പൊ അവര് പറയാണ് 921 വാള് ഞങ്ങൾ ഊരും, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. 921 വാള് ഊരിയത് എന്തിനാണ്? ഇതിനാ 921 വാള് ഊരിയത്? ഞങ്ങൾക്ക് ഞങ്ങളെ കേൾക്കുന്ന മറുഭാഗത്ത് മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനോട് ആദ്യത്തെ ഞങ്ങളുടെ ചോദ്യം, 921 മലബാർ കലാപത്തെ ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്നുണ്ടായതാണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1911 മുസ്ലിം ലീഗ് ഉണ്ട്. 1905 ഹിന്ദു മഹാസഭ ഉണ്ടായത്. അധികം വൈകാതെ 4-5 കൊല്ലം കൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടായി. എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട്? എന്ത് ഇടപെടൽ 921 നിങ്ങൾ നടത്തി? പോട്ടെ, 921 ശേഷം ഈ കാലഘട്ടത്തിനിടയിൽ നിങ്ങൾ എന്ത് ഇടപാട് നടത്തി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട്? പിന്നെ ഇപ്പൊ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടല്ലോ, ഞാൻ ചോദിച്ചു ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാളോട്, നിങ്ങൾ എന്ത് ഇടപാട് നടത്തി? അവർ പറഞ്ഞു, ഞങ്ങൾ 1941 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ശരി, 1941 ശേഷം ജമാഅത്തെ ഇസ്ലാമി എന്ത് നിലപാട് സ്വീകരിച്ചു ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട്? SDP എന്ന് പറയുന്ന സാധനം അന്നില്ല. അതുകൊണ്ട് അവരോട് ആ ചോദ്യം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ചരിത്രത്തെ കുറിച്ചൊന്നും അവർക്ക് അറിയാറുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 1920 താസ്കന്റിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുള്ളത്. താസ്കന്റിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കാൻ. 21 അത് ഇന്ത്യയിലേക്ക് ചെറിയ പ്രവർത്തനവുമായി വരുന്നത്. 1936 അല്ലെ സഖാവെ കേരളത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു, ചെറിയ തോതിലുള്ള പ്രവർത്തനം. അപ്പോ ഞങ്ങളോട് ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം തിരിച്ച് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വളരെ വ്യക്തമായ ഉത്തരം പറയും. എന്താണ് ഉത്തരം എന്നറിയും? 1921 മലബാർ കലാപം കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് സമരങ്ങൾ നടന്നപ്പോ, ഇന്ത്യയിൽ ഒരുപാട് കർഷക സമരങ്ങൾ നടന്നപ്പോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വിവരം കൊടുക്കുന്നതിന് സുബ്രതോ ടാഗോർ എന്ന് പറയുന്ന ഒരാളെ മഹാനായ ലെനിൻ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോ 1923 മഹാനായ ലെനിൻ പ്രഖ്യാപിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നടന്ന കാർഷിക സമരങ്ങളിൽ പ്രധാനപ്പെട്ട സമരമാണ് മലബാർ കലാപം. കഴിഞ്ഞില്ല. 1921 25-ാം വാർഷികം നടന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ വെച്ചാണ്. പാർട്ടി ആചരിച്ചു 25-ാം വാർഷികം. 36 പ്രവർത്തനം തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 46 പെരിന്തൽമണ്ണയിൽ ആചരിക്കുന്ന 25-ാം വാർഷികം. അന്നെടുത്ത പ്രമേയമാണ് നമ്മൾ പിറകിൽ എഴുതി വെച്ചിട്ടുള്ള ചർച്ചാ വിഷയം, ആഹ്വാനവും താക്കീതും. ഈ പ്രമേയം സഖാവ് EMSന്റേതാണ്. മലബാർ കലാപം നിങ്ങൾ വായിക്കണം. ഇത് 921 കുറിച്ചുള്ള ആഹ്വാനവും താക്കീതും എന്ന പ്രമേയം ഒരു പുസ്തക രൂപത്തിൽ ഇപ്പോഴുണ്ട്. അത് വായിക്കാം. സഖാവ് EMSന്റെ ഇല്ലത്തുള്ളവർ പോലും ഒളിച്ചോടാൻ വഴികൾ ഉണ്ടാക്കി വെച്ചിരുന്നു എന്ന് ഇന്ന് പ്രചരിപ്പിക്കുന്നവർ ആരാന്നറിയോ? RSSകാർ, BJPക്കാർ. അവരതിന്റെ ചിത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗുഹ ഒരുക്കി വെച്ചിരുന്നു. ആ EMS 10,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന, 10,000 പറ നെല്ല് പാട്ടമളക്കാൻ ആസ്തി ഉണ്ടായിരുന്ന ജന്മി കുടുംബത്തിൽ ജനിച്ച EMS മരിച്ചു വീഴുമ്പോ 786 രൂപ മാത്രം ബാങ്കിൽ അവശേഷിക്കുന്നത്. അത് മകന്റെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ദേശാഭിമാനിക്കൊക്കെ കൊടുത്തത് ആ EMS ആണ്. RSSകാർ പറയുന്നുണ്ടല്ലോ, നമ്പൂരി കുടുംബങ്ങളെ, സമ്പന്ന ഹിന്ദുക്കളെ മതം മാറ്റി അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു, അവരെ കൊള്ളയടിച്ചു എന്ന് പറയുന്ന അതേ കുടുംബത്തിലെ ഏലംകുളം മനക്കൽ ജനിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ആഹ്വാനവും താക്കീതും. അദ്ദേഹം കൊണ്ടുവന്ന പ്രമേയമാണ് ആഹ്വാനവും താക്കീതും. വായിക്കണം. ഞാൻ ആഹ്വാനവും താക്കീതും എന്താന്ന് പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നില്ല.
അന്ന് സഖാവ് AKG നടത്തിയ പ്രൗഢോജ്വലമായ ഒരു പ്രസംഗമുണ്ട് പെരിന്തൽമണ്ണയിൽ. എന്താണ്? ജന്മിത്വത്തിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയിട്ടുള്ള ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഈ കർഷക മക്കളെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ ആവേശോജ്വലമായ പ്രസംഗം. ഇതുപോലെ വലിയൊരു മൈതാനിയിൽ ഇങ്ങനെ പ്രസംഗം നടക്കുക. ആ പ്രസംഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ചുറ്റുമുള്ള റോഡിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കാവൽ നിൽക്കുക, ബ്രിട്ടീഷ് പോലീസുകാരൻ. പ്രസംഗം കഴിഞ്ഞ് സഖാവ് AKG അങ്ങോട്ട് ഇറങ്ങിയപ്പോ ആ പോലീസുകാരൻ പൂമാലയിട്ട് സ്വീകരിച്ചതല്ല, സഖാവ് AKGയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്നെ കേൾക്കുന്ന കോൺഗ്രസുകാരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ സഖാവ് AKG ജയിലറക്കുള്ളില. AKG എഴുതി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം ഈ ജയിലറക്കുള്ളിൽ ഇരുന്ന് ഞാൻ കാണുകയാ. AKG ജയില. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് പങ്ക് എന്നൊക്കെ ചോദിച്ച് ചിരിക്കുന്ന M.M. കാരശ്ശേരിയെ പോലുള്ള ചില എഴുത്തുകാരുണ്ട് നമ്മളെ നാട്ടിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് പങ്ക്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ പോയവനാ സഖാവ് AKG. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ പോയവനാണ് സഖാവ് EMS, സഖാവ് AKG, സഖാവ് കൃഷ്ണപിള്ള. എന്റെ നാട്ടിലാണ് ഉപ്പ് സത്യാഗ്രഹ സമരം നടന്നത്, കോഴിക്കോട്. ആ ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ കോൺഗ്രസിലെ ഇടതുപക്ഷമായിരുന്ന EMS സെക്രട്ടറി ആയപ്പോ KPCC പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അവസാനമായി പ്രസംഗിച്ചത് എന്റെ നാടായ കൊടിയത്തൂരിൽ വെച്ച. അവിടെ പ്രസംഗിച്ച 1945 നവംബർ മാസം 23-ാം തീയതി തിരിച്ചു പോകുമ്പോ മരിച്ചു വീണ അബ്ദുറഹിമാൻ സാഹിബ്. ആ അബ്ദുറഹിമാൻ സാഹിബിനോടൊപ്പം കോഴിക്കോട് കടപ്പുറത്തിൽ എഴുതി വായിക്കണം. നിങ്ങളെ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണമുണ്ട്, അതിൽ വായിക്കണം. ത്രിവർണ്ണ പതാക ആകാശത്തെ ഉയർത്തിപ്പിടിച്ച കൈകൾ ആരുടെ കൈകളായിരുന്നു എന്നറിയോ? സഖാവ് കൃഷ്ണപിള്ളയുടെ കൈകൾ. പോലീസ് അടിച്ചു വീഴ്ചപ്പോഴും ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തി സിന്ദാബാദ് വിളിച്ച മനുഷ്യന്റെ പേരാണ് സഖാവ് കൃഷ്ണപിള്ള. അതിന്റെ പേരിൽ അബ്ദുറഹിമാൻ സാഹിബിനോടൊപ്പം ജയിലിൽ കിടന്ന മനുഷ്യന്റെ പേരാണ് സഖാവ് കൃഷ്ണപിള്ള. എന്റെ പ്രസംഗം കേൾക്കുന്ന ലീഗർക്കറിയോ, ആ ജയിലിനകത്ത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഒരു നിരാഹാര വ്രതം കടന്നിരുന്നു. ഇതിനാ നിരാഹാര വ്രതം കടന്നത്? ഹാഫ് ട്രൗസർ ഫുൾ ട്രൗസർ ആക്കാൻ. ഹാഫ് ട്രൗസർ ജയിലിലെ യൂണിഫോമാണ്, അത് ഫുൾ ട്രൗസർ ആക്കണം. ഇതിനാ ഫുൾ ട്രൗസർ ആക്കുന്നത്? ഒരു മുസ്ലിം മതവിശ്വാസിക്ക് നമസ്കരിക്കണമെങ്കിൽ തന്റെ മുട്ടിന് താഴെ മറക്കണം. ആ ഫുൾ ട്രൗസർ ആക്കാൻ സമരം ചെയ്ത് നേടിയെടുത്ത് ജയിലിനകത്ത് നമസ്കരിച്ച അബ്ദുറഹിമാൻ സാഹിബിന്റെ മുഖത്ത് നോക്കി നീ കാഫിറാൻ എന്ന് പറഞ്ഞവരാരാന്നറിയോ? മുസ്ലിം ലീഗ്. നമ്മുടെ വിഷയം മാറിപ്പോയി, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോ 46-ൽ ഇത് ആചരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 24-ൽ ലെനിൻ പറഞ്ഞു ഇന്ത്യയിൽ നടന്ന കാർഷിക കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലാപമാണ് മലബാർ കലാപം. അതാണ് ഈ കലാപത്തിനോട് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ അതിനെടുത്ത രീതി അതാണ്. മനസ്സിലായത്? നിങ്ങൾ എന്ത് നീതി എടുത്തു നിങ്ങൾ പറ. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ആചരിക്കാനുള്ള അവകാശം കഴിഞ്ഞില്ല. ഈ സമരത്തിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ഹിച്ച്കോക്ക് ഇല്ലേ, ആ ഹിച്ച്കോക്കിന്റെ പ്രതിമ ഞാനിപ്പോ പോരുന്നത് വള്ളുവമ്പ്രം വഹിക്കാൻ. ഞാനിപ്പോ അതിനൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോരുക. നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോ വള്ളുവമ്പ്രം മഞ്ചേരിയിലേക്ക് തിരിഞ്ഞു പോകും, മലപ്പുറത്തേക്ക് തിരിയും. അവിടെ സൈഡിൽ നിങ്ങൾ പോകുമ്പോ നോക്കേനി, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഒരു പഴയ ബസ് സ്റ്റോപ്പ്. അവിടെ ബസ് സ്റ്റോപ്പ് ആയിരുന്നില്ല, അവിടെ ഹിച്ച്കോക്ക് സാഹിബിന്റെ പ്രതിമയായിരുന്നു. ആ പ്രതിമ തകർക്കുന്നതിന് വേണ്ടി ഒരു ജാഥ വള്ളുവമ്പ്രത്തേക്ക്, മോങ്ങത്ത് നിന്ന് വള്ളുവമ്പ്രത്തേക്ക് ജാഥ നടന്നപ്പോ അതിലെ മുദ്രാവാക്യം വിളിച്ച പടപ്പാട്ട് പാടിയ ഒരു മനുഷ്യന്റെ പേരാണ് സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഞാൻ ഒടുവിൽ അക്ഷരം ഒന്ന് ഉറക്കെ പറഞ്ഞു, കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഞങ്ങളുടെ കയ്യിൽ ഊരിയാക്കിട്ടുള്ള കത്തിന്റെ എന്ന് പറയുന്ന SDPക്കാരൻ മനസ്സിലാക്കുക. മുസ്ലിം തീവ്രവാദം പറഞ്ഞു നടക്കുന്ന SDPക്കാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും മനസ്സിലാക്കുക. ആ കമ്പളത്ത് ഗോവിന്ദൻ നായർ പാടിയ പാട്ടെന്താണെന്നറിയോ? നിങ്ങളൊക്കെ ഇപ്പൊ കാണാപ്പാടം പാടുന്ന പാട്ടാ. അന്നിരൂപത്തൊന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏത് ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. ഞാനൊരു പാട്ടുകാരനല്ല, അതുകൊണ്ട് പാട്ടിന്റെ ഈണത്തിൽ വർണ്ണിപ്പിക്കാൻ എന്നോട് കഴിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു വരിയുണ്ട്, അടിവരയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ബാപ്പമാർ മൂത്താപ്പമാർ, നമ്മുടെ ബാപ്പമാർ മൂത്താപ്പമാർ ആരാ SDPക്കാരാ പറയുന്നത്? മനസ്സിലായി നിങ്ങൾക്ക്? കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരു സഖാവ്, ജന്മം കൊണ്ട് ഹിന്ദു, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ. ഓൻ പറയാണ് 921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മരിച്ച എന്റെ മൂത്താപ്പ എന്റെ ബാപ്പാൻ.
മനസ്സിലായി നിങ്ങൾക്ക്? ആ മരിച്ചവനെ എന്റെ ബാപ്പ എന്ന് പറയാൻ, എന്റെ മൂത്താപ്പ എന്ന് പറയാൻ കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന ജന്മം കൊണ്ട് ഹിന്ദുവായ മനുഷ്യനെ പഠിപ്പിച്ചത് കമ്മ്യൂണിസമാണ്, സഖാവാണ്. വ്യത്യാസം. ആ പാട്ടുപാടി എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക്? കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വരികളെ കൈകൾ അടിച്ചു തകർത്തു, വിരലുകൾ എഴുതിയ കൈകൾ. കമ്പളത്ത് ഗോവിന്ദൻ നായരെ ജയിലിൽ അടച്ചു ബ്രിട്ടീഷ് പോലീസുകാരൻ. എന്നിട്ട് പുതിയ എഴുത്തുകാരന്റെ വേഷം കെട്ടി വരുന്നവൻ ചോദിക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പങ്കുണ്ട്? തന്റെ അക്ഷരങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരനെതിരെ കവിത എഴുതിയതിന്റെ പേരിൽ ജയിലിൽ പോയ മനുഷ്യൻ, ഞങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാ ഞങ്ങളുടെ പങ്ക്. ഈ എഴുത്തുകാരൻ മനസ്സിലാക്കണം. അത് അച്ചടിച്ചു വന്നു ദേശാഭിമാനി പത്രത്തിൽ. ദേശാഭിമാനി അടച്ചുപൂട്ടി. ആര്? ബ്രിട്ടീഷുകാരൻ. എഴുത്തുകാരൻ മനസ്സിലാക്കണം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കെന്താണ്? ഞങ്ങളുടെ പത്രം അടച്ചുപൂട്ടിയത് എന്തിനെതിരെ? ബ്രിട്ടീഷുകാരനെതിരെ കവിത പ്രസിദ്ധീകരിച്ചതിന്. ഈ പറയുന്ന എഴുത്തുകാരനൊക്കെ ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോ ഒരേ കുത്തിരിക്കായിരുന്നു, ഒരക്ഷരം എഴുതിയില്ല, ജയിലിൽ കടന്നില്ല. ഗന്ധഗോപുരങ്ങളിൽ നിന്ന് കല്ലെറിയാൻ സുഖ, തെരുവിലിറങ്ങി സമരം നയിക്കണം. അതാണ് ഞങ്ങളുടെ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അടക്കം ഇത്തിരി വളവുണ്ട്. എന്താ കാരണം? അടിയന്തരാവസ്ഥ കിടക്കുമ്പോ അദ്ദേഹത്തെ പോലീസ് വളഞ്ഞു കൊണ്ടുപോയി തലശ്ശേരി പോലീസ് ലോക്കപ്പിലിട്ട് ഓരോ അടിയടിക്കുമ്പോൾ നിലത്ത് വീഴുമ്പോ റബ്ബർ ബന്ധ പോലെ ചാടിയടിച്ച് വിളിച്ചാണ്ടറിയോ, ഇൻകുലാബ് സിന്ദാബാദ്. അവസാനം ബോധം കെട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA ആ ചോരവരുടെ ചട്ടുമായി കേരളത്തിന്റെ നിയമസഭക്കകത്ത് പോയി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനോട് സഖാബ് പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്റെ നട്ടെല്ല് നിങ്ങൾക്ക് അടിച്ച് തകർക്കാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നട്ടെല്ല് മടക്കാൻ പിണറായി വിജയനെ കിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് രാഷ്ട്രീയം, പോരാട്ടം. വർത്താനം പറഞ്ഞാൽ പോരാ, തെരുവിലിറങ്ങണം. ഇതാണ് 921. എന്തായിരുന്നു 921 കാരണം? ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം. 921 തുടങ്ങിയല്ല, 1857 തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മലബാർ ലഹള എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ടല്ലോ, RSSകാർ പറയും ലഹള. അത് ലഹളയായിരുന്നു, വർഗീയ ലഹള. ആദ്യ സ്വാതന്ത്ര്യ സമരം ഏതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടന്നത്. അതിനെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരെന്താണെന്നറിയോ? ശിപായി ലഹള. സ്വാതന്ത്ര്യ സമരം എന്ന് പോലും പറയോ? അവരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു ജനത നടത്തിയ സമരം. അതിൽ ശിപായി ലഹള എന്ന് പേര് വരാനുള്ള കാരണം എന്താ? ഇന്ത്യയിലെ ഈ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ അംഗമായിരുന്ന ഇന്ത്യക്കാരുണ്ടായിരുന്നു. ആ അംഗമായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിൽ. അതുകൊണ്ട് അവർ ഇറങ്ങി. പിന്നെയോ അതിൽ പങ്കെടുത്ത ലാലാ ലജ്പത് റായി അടക്കം, അതുപോലെ തന്നെ ഛത്രപതി ശിവജി അടക്കം, അതുപോലെ തന്നെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ അടക്കം വിവിധ മതങ്ങളിലെ രാജാക്കന്മാർ, ചക്രവർത്തിമാർ, വിവിധ മതങ്ങളിലെ മതവിശ്വാസികൾ ഒരുമിച്ചാണ് സമരം നടത്തിയത് ബ്രിട്ടീഷുകാരനെതിരെ. എന്താ സംഭവിച്ചത്? ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്കാർ പിടിച്ചെടുത്തു. ഇന്ത്യക്കാർ പിടിച്ചെടുത്തപ്പോ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇന്ത്യക്കാർ ഒരുമിച്ച്, ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് പോരാട്ടത്തിന് വന്നാൽ നമ്മൾ പരാജയപ്പെടും. എന്തുണ്ട് മാർഗം? ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ? ബ്രിട്ടീഷുകാർ ആലോചിച്ചു. ആരാണെന്ന് ബ്രിട്ടീഷുകാർ? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. പട്ടാമ്പി അങ്ങാടിയില് ഇപ്പൊ സൂര്യൻ അസ്തമിച്ച് സമയം 7 മണിയോട് അടുക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയിൽ ഇപ്പൊ നേരം വിളിക്കുക, അവിടെ സമയം രാവിലെ 7 മണിയോട് അടുക്കുക. അന്ന് അമേരിക്കയും ഇന്ത്യയും ഒക്കെ അടക്കം ആരുടെ കയ്യിലാ? ബ്രിട്ടീഷുകാരുടെ കയ്യില. അന്ന് അമേരിക്കൻ സാമ്രാജ്യത്വമല്ല, സർവായുധ വിഭൂഷിതരാണ് അവർ. എല്ലാ ആയുധങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. അവർ ആലോചിച്ചു ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ എന്ത് ആയുധം പ്രയോഗിക്കണം. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരു ആശയം ആയുധമായി കടന്നു വന്നത്. നയാ പൈസയുടെ മുടക്കില്ല. വൈക്കോൽ കൂനയിലേക്ക് തീപ്പട്ടിക്കൊള്ളി വരുതിയിടുന്നത് പോലെ ഒരുതിയിട്ടാ മതി, ആളി കത്തിക്കോളും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക, വിഭജിച്ച് ഭരിക്കുക. ഇന്ത്യയിൽ വളരെ എളുപ്പമാണ്. കാരണം എന്താ? കാരണം ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. അത് പ്രയോഗിച്ചു 1857. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ അതിന്റെ ഭവിഷ്യത്ത് ഞാനും നിങ്ങളും അനുഭവിച്ചു. എന്താണ് ഭവിഷ്യത്ത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യം ഉണ്ടായി. ആരാണ് മതരാജ്യം ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗിന്റെ മുഹമ്മദ് അലി ജിന്ന. ഈ ജിന്ന ആരാന്നറിയുന്നത്?
അതുകൂടി പറഞ്ഞിട്ടൊന്ന് പോകാം. ആ മുഹമ്മദ് അലി ജിന്നെ അടക്കണ്ടാക്കിയ പാകിസ്ഥാൻ, എന്റെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി, നിങ്ങൾക്കറിയോ 47 ആഗസ്റ്റ് 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് 47 ആഗസ്റ്റ് 14-നാണ് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യം. ഒരു ദിവസത്തെ വ്യത്യാസം. എന്തിന്റെ പേരിലാണ് രാജ്യം ഉണ്ടാക്കിയത്? മതത്തിന്റെ പേരിൽ രാജ്യം ഉണ്ടാക്കി. മതത്തിന്റെ പേരിൽ രാജ്യം നിലനിൽക്കൂല. എന്താ തെളിവ്? അവരിൽ നിന്ന് ഭിന്നിച്ചിങ്ങാഞ്ഞ് ബംഗ്ലാദേശ് ഉണ്ടായി. എന്താ കാരണം? ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പുണ്ടായി. തെരഞ്ഞെടുപ്പിൽ മുജീബ് റഹ്മാന്റെ പാർട്ടി ജയിച്ചു. പാകിസ്ഥാനിൽ മൗദൂദി അടക്കമുള്ള നേതാക്കളുണ്ട്. ആരാ മൗദൂദി? മുസൽമാന്റെ രക്ഷകൻ, കപ്പിത്താൻ. അയാളെന്താ ചെയ്ത്? വിഭജനം തുടങ്ങിയപ്പോ തന്നെ അടുത്ത വണ്ടി പിടിച്ച് പാകിസ്ഥാനിൽ പോയി. മനസ്സിലായ നിങ്ങൾക്ക്? ആ പിന്നെ മൗദൂദി അടക്കമുള്ള ആളുകൾ, ആ മൗദൂദി അടക്കമുള്ള ആളുകളെ ഈ പാകിസ്ഥാനിലേക്ക്, പിന്നെ ബംഗ്ലാദേശ്, അന്ന് കിഴക്കൻ പാകിസ്ഥാനാ, അല്ല പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ആ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തെ അംഗീകരിച്ചില്ല. അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന്, അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പിന്നെ വിമാനത്തിൽ സൈന്യമിറങ്ങി. ആ സൈന്യമിറങ്ങി യുദ്ധം നടന്നപ്പോ ഇന്ത്യ ആരുടെ കൂടെ നിന്നു? മുജീബ് റഹ്മാന്റെ കൂടെ നിന്നു. നമ്മൾ അവരെ സഹായിച്ചു. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. അതെന്താണ്ടായത് അറിയോ? 1971-ലാണ് ബംഗ്ലാദേശ് യുദ്ധം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം 71-ൽ അന്ന് വിളിച്ച മുദ്രാവാക്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് അഭിവാദ്യം, ജഗജീവൻ റാമിന് അഭിവാദ്യം, ജനറൽ മനേക്ഷയ്ക്ക് അഭിവാദ്യം. ഇന്ദിരാഗാന്ധി ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ്, ജഗജീവൻ റാം രാജ്യരക്ഷാ മന്ത്രിയാണ്. അന്ന് സൈന്യത്തെ നയിച്ചിരുന്ന ജനറൽ മനേക്ഷയായിരുന്നു. അഭിമാനപൂർവ്വം തെരുവിലിറങ്ങി വിളിച്ച മുദ്രാവാക്യങ്ങൾ ഇന്നും മായാതെ മനസ്സിലെത്തുക. ഇന്ത്യ ജയിച്ചു. ത്രിവർണ്ണ പതാക ആകാശത്തിൽ കയറുമോ ഇന്ത്യക്കാരൻ തെരുവിലിറങ്ങി സിന്ദാബാദ് വിളിക്കണം. അന്ന് വിളിച്ച മുദ്രാവാക്യം ഞാൻ പറഞ്ഞു തന്നത്. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം 71-ൽ നമ്മൾ ഉണ്ടാക്കിയ ബംഗ്ലാദേശ്, എന്റെ പൊന്നാര മോഡി, നമ്മളെക്കാളും മുകളില സമ്പത്തില്. നമ്മൾ 94-ൽ നിന്ന് 101-ലേക്ക് പോന്ന്. ഇനി ഇവിടെ വന്ന് കേരളം സോമാലിയ എന്ന് പറഞ്ഞില്ലേ? ആ സോമാലിയ നമ്മളെ ബാക്കിലുള്ളൂ. 126 രാജ്യങ്ങളായിട്ടല്ല, ഇതിൽ നമ്മൾ 111-ലെത്തി നിൽക്കുക. RSS വല്ല മനസ്സിലായിനോ? BJP വല്ല മനസ്സിലായിനോ? ഇന്ത്യ രാജ്യം നമ്മൾ സ്വർഗാക്കാൻ പോവുക. പറഞ്ഞ് വിഷയം മാറിപ്പോകും. ഞാൻ അതിലേക്ക് മടങ്ങാം. ഞാൻ പറഞ്ഞു വന്നത് പൗരത്വ ബില്ലാണ്. ആ പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്യുമ്പോ നമുക്ക് കോൺഗ്രസിനെ കൂട്ടാം, നമുക്ക് ലീഗിനെ കൂട്ടാം. പക്ഷേ SDPIയെ കൂട്ടാൻ വയ്യ, ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടാൻ വയ്യ. എന്താ കാരണം? ഇതാണ് കാരണം. 1921-ലെ ആ മലബാർ ലഹള നടക്കുമ്പോ, കർഷക കലാപം നടക്കുമ്പോ തക്കം നോക്കിയിട്ട് അത് മതം മാറ്റാനും ചിലരെ കൊല്ലാനും ഉപയോഗിച്ചവരുണ്ട്. SDPI ഈ സമരത്തിൽ അത് ഉപയോഗിക്കും. അതുകൊണ്ട് ഈ താക്കീതിന് ഇന്നും പ്രത്യേകതയുണ്ട്. അതേസമയത്ത് ഈ പൗരത്വ ബില്ലിനെതിരെയുള്ള സമരത്തിൽ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഈ ആഹ്വാനത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ഓരോ കാലത്തെ രാഷ്ട്രീയത്തിനും ആഹ്വാനത്തിനും താക്കീതിനും പ്രസക്തിയുണ്ട്. മനസ്സിലാക്കുക. പറഞ്ഞു വന്നതിന് ജിന്നന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ വിട്ടുപോയി. എന്താ വിട്ടുപോയതെന്ന്? 1921-ന്റെ ഉജ്ജ്വലമായ സമരം നടന്നതിന് ശേഷം ഈ നാടിന്റെ അവസ്ഥ അറിയുന്നുണ്ട്. ഈ നാടിന്റെ അവസ്ഥ അറിയോ? മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു കത്തെഴുത്ത് പാട്ടുണ്ട്. അബുദാബിയിലുള്ളൊരെഴുത്തു പെട്ടി. ഇത് നമ്മൾ ഗൾഫുകാർ സ്ഥിരം കേൾക്കുന്ന. ഈ എൻകുട്ടി 14 പ്രാവശ്യം അല്ല, SA ജമീൽ 14 പ്രാവശ്യം ഒറ്റ സ്റ്റേജിൽ നിന്ന് പാടേണ്ടി വന്നു. കാരണം ഗൾഫുകാരൻ ഇത് കേട്ടപ്പോ കണ്ണീരണിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടാൻ പറഞ്ഞിട്ട് ഒരേ സ്റ്റേജിൽ SA ജമീൽ 14 പ്രാവശ്യം പാടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഗൾഫുകാരുടെ മനസ്സുകളിൽ ഇന്നും വേദനിക്കുന്ന ഒരു വരികളാണ് അല്ലേ? അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി. അതിന്റെ മറുപടിയൊക്കെ മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ് അല്ലേ, മനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ്. പാട്ട് പാടിയാൽ അങ്ങനെ പാടിപ്പോയി. എനിക്കാണെ പാട്ട് അറിയില്ല. അതുകൊണ്ട് ആ കത്ത് പാട്ടിന് മുമ്പ് ഒരു കത്ത് പാട്ടുണ്ടായിരുന്നു, മറിയക്കുട്ടി. അതാണ് മറിയക്കുട്ടിന്റെ കത്തിന്റെ പാട്ടിന്റെ വരികൾ എനിക്ക് ഓർമ്മല്ല. ബിയക്കുട്ടി പാടിയ കത്തുണ്ട്. അന്തമാൻ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട ഭർത്താവ്. എല്ലാവരും തന്റെ ആണുങ്ങളെ മുഴുവൻ അന്തമാൻ ദ്വീപില്, നിങ്ങൾ അന്തമാൻ ദ്വീപിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ അന്തമാൻ ദ്വീപിൽ പോയിട്ടുണ്ട് അവിടെ ആരെങ്കിലും? ഞാനൊരിക്കൽ അന്തമാൻ ദ്വീപിൽ പോയി. അന്തമാൻ ദ്വീപിന്റെ തലസ്ഥാന നഗരമായ നിക്കോബാർ, അന്തമാൻ ദ്വീപിന്റെ തലസ്ഥാന നഗരം പേര് ഞാൻ വിട്ടുപോയി. ആ തലസ്ഥാന നഗരിയിൽ ഞാനിങ്ങനെ ബസ് കാത്തിക്കുമ്പോ വരുന്ന ബസിന്റെ പേര് ബോർഡ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ പേര് അറിയുന്നത്? മലപ്പുറം, മഞ്ചേരി, പൂക്കോട്ടൂര്, നിലമ്പൂര്. എങ്ങനെയുണ്ടായെന്നറിയുന്നത്? നാട് കടത്തപ്പെട്ടു 10,000-കണക്കിന് ആളുകളെ. അന്തമാനിലേക്ക് 10,000-കണക്കിന് ആളുകളെ നാട് കടത്തപ്പെട്ടു. അനാഥരായ സ്ത്രീകൾ ഈ നാട്ടില്, അനാഥരായ കുട്ടികൾ ഈ നാട്ടില്. ഗൂർഖ പട്ടാളവും വെള്ളപ്പട്ടാളവും കേറി വലസി നിരങ്ങി. അങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നു, സ്ത്രീകൾ ഇരിക്കുന്ന സദസ്സ് നിരങ്ങി.
ഈ സ്ത്രീകളുടെ മുകളിൽ, ഈ അനാഥരായവരുടെ ശരീരത്തിൽ അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട 10,000 ഉണ്ടായിരുന്നു ഈ മണ്ണില്. പക്ഷേ മറിയക്കുട്ടി തന്റെ വീടിന്റെ വാതിലുകൾ കുറ്റിയടിച്ച് സുരക്ഷിതമായി മക്കളെ പോറ്റി നിന്നു. അന്ന് പിന്നെ കോയമ്പത്തൂരിലെ ഇവിടെ തമിഴ്നാട്ടിലെ ബെല്ലാരി ജയിലിലാണ് ഭർത്താവ്. ആ ബെല്ലാരി ജയിലിലുള്ള ഭർത്താവിന് ആരോ ഊമക്കത്ത് എഴുതി. അന്നുണ്ട് ഈ ഊമക്കത്തിന്റെ പരിപാടിയൊക്കെ. ഈ മറിയക്കുട്ടി വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നതെന്ന് അന്ന് മറിയക്കുട്ടി എഴുതിയ മറുപടി ഉണ്ട്, ഒരു കത്തായിട്ട്. അവിടേക്ക് എനിക്കൊന്ന് അവസാനമായി കാണണം, നേരിൽ കാണണം. നിങ്ങൾ എന്നെ കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ മക്കളെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള എന്റെ സ്ത്രീത്വം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളെ അവസാനമായിട്ടൊന്ന് കാണണം. നിങ്ങളെ അവസാനമായിട്ടൊന്ന് കണ്ട് ഒന്ന് സലാം പറഞ്ഞ് ഈ മണ്ണിൽ മരിച്ചു വീഴേണ്ടി വരും. മരിച്ചു വീഴുക എന്നുള്ളതാണ് എന്റെ സ്വപ്നമെന്ന് മറിയക്കുട്ടിമാര് കത്തെഴുതിയ കാലമുണ്ട് ലീഗ ഈ നാട്ടില്. ഞാൻ എന്തുകൊണ്ടാണ് ലീഗ ഈ നാട്ടിൽ എന്ന് പറയാനുള്ള കാരണം എന്നറിയോ? അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മണ്ണിൽ അനാഥരായപ്പോ, 10,000 അനാഥരായപ്പോ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഞാൻ നേരത്തെ പറഞ്ഞ ഷേർ ഇ മലബാർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ബോംബെയിലേക്ക് വണ്ടി കയറി. ഇതിനാ ബോംബെയിലേക്ക് വണ്ടി കയറിയത്? മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവായ ജിന്നയെ കാണാൻ. ഇതിനാ ജിന്നെ കാണുന്നത്? ഇന്ത്യൻ അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ജിന്ന അംഗമാണ്. ആ ജിന്നയെ കാണാൻ ഇന്ന് നിങ്ങൾ മുംബൈ നഗരത്തിൽ പോയാൽ കാണാം. മലബാർ ഹിൽസിൽ ജിന്ന ബംഗ്ലാവുണ്ട്, ഇപ്പോഴും പൊളിക്കാതെ ഉണ്ട്. ഇതുപോലെ ഒരു സന്ധ്യാ നേരത്ത് അവിടെ എത്തി. അവിടെ അങ്ങോട്ട് അകത്തേക്കൊന്നും കയറാൻ കഴിയില്ല, വലിയ ബംഗ്ലാവാണ്, സമ്പന്നനാണ് ജിന്ന. ആ ജിന്നക്ക് കാണാൻ ചെന്നപ്പോ പരിചാരകൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വന്നത്? ഒരു കടലാസിൽ എഴുതി തരണം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഒരു കടലാസിൽ എഴുതി കൊടുത്തു. മലബാറിലെ 10,000 ആളുകൾ, കുട്ടികൾ അനാഥരാണ്, സ്ത്രീകൾ അനാഥരാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തണം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങേക്ക് എനിക്ക് നേരിട്ട് പറയാനുണ്ട്, അതിന് അനുവാദം തരണം. പരിചാരകൻ ഈ കത്ത് കൊണ്ടുപോയി അകത്ത് ജിന്നയുടെ കൈ കൊടുത്തു. ജിന്ന ആ കത്ത് വായിച്ചു നോക്കിയിട്ട് ചുരുട്ടിക്കുട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കോട്ടിട്ടിട്ട് ജിന്ന പോയത് പള്ളിയിലേക്കല്ല, ക്ലബ്ബുകളിലേക്കാണ്. നാസിർ കൊളായിന്റെ പടായിയല്ല, മുഹമ്മദ് അലി ജിന്നയുടെ മകളുടെ ആയിഷയുടെ ആത്മകഥയുണ്ട്, എടുത്ത് വായിച്ചു നോക്കണം ലീഗാര്. അതിൽ പറയുന്നു ക്ലബ്ബുകളിലേക്കാണ്. ജിന്ന മദ്യപിക്കുമായിരുന്നു. ഒരു മുസ്ലിമിന് വിശ്വാസപ്രകാരം മദ്യപിക്കാൻ പാടുണ്ടോ? ഇല്ല. ജിന്ന പന്നിമാംസം കഴിക്കുമായിരുന്നു. മുസ്ലിമിന് പന്നിമാംസം കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗ് സ്ഥാപിച്ച ജിന്നനെ ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ലവ് ജിഹാദിന്റെ ഒക്കെ വലിയ വിവാദം വരുന്നുണ്ടല്ലോ. ജിന്ന കല്യാണം കഴിച്ചത് ആരെയാ? ജില്ല കല്യാണം കഴിച്ചത് പാർസിയായ ഒരു പെൺകുട്ടിയാ. നമ്മക്കതിൽ എതിർപ്പൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. പക്ഷേ അതിന് പ്രായം കുറവായിരുന്നു എന്നുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് അക്കാര്യത്തിലുണ്ടെന്നേ ഉള്ളൂ. വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതായിരുന്നു ജിന്ന. ആ ജിന്ന എന്തിനു വേണ്ടി ഉണ്ടാക്കിയ മതരാജ്യം, മുസൽമാന് വേണ്ടി മതരാജ്യം. അതാണ് മുസ്ലിം ലീഗ്. അപ്പൊ ഈ ലീഗ് അതുമായിട്ട് ബന്ധമില്ലാന്നാ പറഞ്ഞു. അത് പോട്ടെ. പക്ഷെ അബ്ദുറഹിമാൻ സാഹിബ് എന്ത് ചെയ്തു എന്നറിയുന്നത്? അബ്ദുറഹിമാൻ സാഹിബ് പിന്നെ ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. പിന്നെ ക്രോണിക് എന്ന് പറയുന്ന മറ്റൊരു പത്രത്തിൽ ഇങ്ങനെയൊക്കെ ഈ മലബാറിലെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ഒരുപാട് ആളുകളോട് സഹായം അഭ്യർത്ഥിച്ചു. ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ സമ്പന്നരായ സേട്ടുമാര് വന്ന് ഈ പരസ്യം കണ്ട് അവര് കേരളത്തിൽ വന്ന് അവരുടെ മനസ്സലിഞ്ഞ് ആദ്യത്തെ അനാഥശാല തുടങ്ങി കേരളത്തിൽ. അതാണ് JDT ഇസ്ലാം. ലീഗ് തുടങ്ങിയതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ 921 ഇവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. 36 കേരളത്തിലെ നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമരത്തിൽ മരിച്ചു വീണ ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കണമെന്ന് പറയാൻ, അതിന് ശബ്ദമുയർത്താൻ, സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കാൻ ഈ ചെങ്കൊടി പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ സമരോജ്വലമായ മുദ്രാവാക്യം കേട്ടുകൊണ്ട്, ആവശ്യം കേട്ടുകൊണ്ടാണ് അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിച്ചത്. ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ 364 പേരെയാണ് ഇന്ന് RSS വെട്ടിമാറ്റിയത്. ഇല്ലേ? 5 പ്രാവശ്യം മാപ്പെഴുതിയ മഹാനെ കുറിച്ച് ഇന്ന് അവര് പറയുന്നത് എന്താ? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാ മാപ്പെഴുതി. 1911 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നിട്ടില്ല മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി വരുന്നതിന് മുമ്പ് മാപ്പ് എഴുതി. ഇതുവരെ എന്ത് RSS BJP പറയുന്നത്? സവാർക്കർ മാപ്പ് എഴുതിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞു മാപ്പ് എഴുതി. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ്. ആരാ പറഞ്ഞതിന് മാപ്പ് എഴുതാൻ? മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നിട്ട് തന്നെയല്ല ആദ്യത്തെ മാപ്പ് എഴുതുമ്പോ. മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? എന്നിട്ട്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 സഖാവെ പാർട്ടി വിഭജനം ഉണ്ടായിരുന്നു. CPM-ഉം CPM തമ്മിൽ വിഭജനം ഉണ്ടായിരുന്നു. അന്ന് 9 പേരാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPM-ന്റെ രാഷ്ട്രീയ നേതാക്കൾ. ആ 9 പേരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വർഷങ്ങൾ ജയിലിൽ കിടന്നെന്ന് മാത്രമല്ല, അത് കൂട്ടിയിട്ട് 64 കൊല്ലം. CPM ഉണ്ടാക്കുമ്പോൾ 9 നേതാക്കളുണ്ടായിരുന്നു. ആ 9 നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് ജയിലിൽ കിടന്നത് കൂട്ടിയിട്ടാൽ RSS കിട്ടുന്ന കൊല്ലത്തിന്റെ ഉത്തരമാണ് 64. പലരും വ്യത്യസ്തമായ കൊല്ല. എന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളെ പങ്കെന്താ? മറ്റൊരു ചോദ്യമുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തവൻ കമ്മ്യൂണിസ്റ്റുകാരൻ. നിരന്തരമായി ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തവൻ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇത് ഏറ്റുപറയുന്ന ലീഗിന്റെ അവിടെ, ഇത് ഏറ്റുപറയുന്ന RSSകാരന്റെ അവിടെ. ഒറ്റ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തു? മുസ്ലിം ലീഗ് ഉണ്ടല്ലോ കിറ്റ് 1942 മുസ്ലിം ലീഗ് ഉണ്ടല്ലോ രാജ്യത്ത്. മുസ്ലിം ലീഗ് പങ്കെടുത്തിട്ടുണ്ടോ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ? ഹിന്ദു മഹാസഭ ഉണ്ടല്ലോ രാജ്യത്ത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? 1942 ബോംബെയിൽ നടന്ന AICC സമ്മേളനത്തിൽ കോൺഗ്രസ് പാസാക്കിയ പ്രമേയത്തിന്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ. എന്താ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത്? മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും കൂടി എതിരാണ്. അതുകൊണ്ട് അതിന് പങ്കെടുക്കാൻ പാടില്ല. ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? തെളിവ് കൊണ്ട് തരാം. ഹിന്ദു മഹാസഭ എന്താ പറഞ്ഞത്? അത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, പങ്കെടുക്കാൻ പാടില്ല. നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരെ. കമ്മ്യൂണിസ്റ്റുകാർ വ്യത്യസ്തമായ തലത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനോട് യോജിപ്പുണ്ടായില്ല. കാരണം സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്താനുള്ള, ഹിറ്റ്ലറെയും മുസോളിനിയെയും പരാജയപ്പെടുത്താനുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങേപ്പുറം സഹായിക്കുന്നത്. അതുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായ മറ്റു സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച മനുഷ്യന്റെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇല്ലേ? സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെയാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്? INA, ഇന്ത്യൻ നാഷണൽ ആർമി. ഗാന്ധിയുടെ മുദ്രാവാക്യം എന്താണ്? അഹിംസ. അഹിംസ എന്ന മുദ്രാവാക്യത്തോടെ മുന്നോട്ട് പോയ ഗാന്ധി, സാന്ദർഭികമായി പറയാണ്, അഹിംസ എന്ന മുദ്രാവാക്യവുമായി നടന്ന ഗാന്ധിയെ വെടിവെച്ചു കൊന്നവരാരാ? ഈ RSSകാർ. അവരിപ്പോ പറയും ഞങ്ങൾ കേസ് കൊടുക്കും. നിങ്ങൾ RSS എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കും. എന്താ കാരണം? ഈ വെടിവെച്ചു കൊന്ന ഗോഡ്സെ RSS അല്ല. ഈ വെടിവെച്ചു കൊന്ന ഗോഡ്സെക്കുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്ത മനുഷ്യന്റെ പേരാണ് സവാർക്കർ. ഇല്ലേ? സവാർക്കറുടെ ചിത്രപ്പേടുണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തുണ്ട്. പട്ടേൽ ഇപ്പൊ ആരുടെ പ്രതീതിയാ കോൺഗ്രസ്? 3500 കോടി റുപ്യ മുടക്കിട്ടേ ഗുജറാത്തിൽ ഇങ്ങനെ നിൽക്കുക. പട്ടേൽ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി 3500 കോടി റുപ്യ മുടക്കിട്ടേ 350 കോടി റുപ്യ മുടക്കിട്ടാണ് നമ്മള് തിരുവനന്തപുരത്ത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ കോവിഡിനെ നേരിടാൻ കഴിയുന്നത്. മറ്റത് കാക്കച്ചി ഇങ്ങനെ തൂറാണ് ഇവലെ ഈ പ്രതിമ മേലെ 3500 കോടി റുപ്യ മുടക്കിട്ടേ.